നമസ്കാരം. മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട ചിത്രമാണ് മോഹൻലാൽ അൻവർ റഷീദ് ടീമിൻ്റെ ഛോട്ടാ മുംബൈ. ചിരി മുഹൂർത്തങ്ങളും ആക്ഷൻ രംഗങ്ങളും അടിപൊളി ഗാനങ്ങളുമെല്ലാം നിറഞ്ഞ കംപ്ലീറ്റ് എൻ്റർടൈനർ തന്നെയായിരുന്നു സിനിമ. അതിനാൽ തന്നെയാണ് ഇപ്പോൾ റിലീസ് ചെയ്തപ്പോഴും സിനിമയ്ക്ക് പ്രേക്ഷകർ വലിയ വരവേൽപ്പാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ ചിത്രീകരണ അനുഭവത്തെക്കുറിച്ചും മോഹൻലാലിനൊപ്പമുള്ള അഭിനയ മുഹൂർത്തങ്ങളെക്കുറിച്ചും പറയുകയാണ് നടൻ മണിക്കുട്ടൻ. ഛോട്ടാ മുംബൈയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ താൻ അല്പം ടെൻഷനിലായിരുന്നു. എന്നാൽ മോഹൻലാൽ തന്നെ വിളിച്ച് സംസാരിക്കുകയും കംഫർട്ടബിൾ ആക്കുകയും ചെയ്തുവെന്നും തനിക്ക് ഛോട്ടാ മുംബൈയിലെ ലാൽ സാറിൻ്റെ അപ്പിയറൻസ് വളരെ ഇഷ്ടമായിരുന്നു. അതുവരെ അത്തരം കളർഫുൾ അപ്പിയറൻസിൽ ലാലേട്ടനെ താൻ കണ്ടിട്ടില്ല. അത് തനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് താൻ ആസ്വദിച്ച് നിൽക്കുമ്പോൾ ലാൽ സാർ എന്നെ അടുത്ത് വിളിച്ച് സംസാരിച്ചു. കോളേജിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. പുള്ളിക്ക് മനസ്സിലായി നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണെന്ന്. ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒട്ടും എഫോർട്ടില്ലാതെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. അത് നമ്മളിലേക്കും കൂടി അദ്ദേഹം പകർന്നു നൽകും. എന്നെ മുന്നിൽ കിടത്തിക്കൊണ്ട് ബുള്ളറ്റിൽ പോകുന്ന ഒരു രംഗമുണ്ട്. സിനിമയിൽ ഞങ്ങളെയും വച്ചുകൊണ്ട് ബുള്ളറ്റ് കറക്കിയെടുക്കണം. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ അദ്ദേഹം നമ്മളെയും ഈസി ആക്കിയാണ് അത് ചെയ്തത്. ആ സീൻ ചെയ്യുമ്പോൾ ഒരു നായകനും കിട്ടാത്ത ഭാഗ്യമാണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയതെന്നാണ് തോന്നിയത്. താനും ബിജുക്കുട്ടൻ ചേട്ടനും റിലാക്സ് ചെയ്ത് കിടക്കുവാണ്. എന്നാൽ ലാൽ സാറിൻ്റെ കാര്യം അങ്ങനെയായിരുന്നില്ല. തന്നെ മുന്നിൽ കിടത്തണം. പിന്നിൽ ബിജുക്കുട്ടൻ ചേട്ടനുണ്ട്. പഴയ ബുള്ളറ്റാണ്. അത് ഓടിച്ചുകൊണ്ട് വരണം. അങ്ങനെ എഫോർട്ട് മുഴുവൻ ലാൽ സാറിനാണ്. അതുപോലെ ലാൽ സാറും രാജൻ പി ദേവ് ചേട്ടനും ജഗതി ചേട്ടനുമൊക്കെ സെറ്റിൽ ഒത്തുകൂടുമ്പോൾ അവർ തമ്മിൽ തമാശകൾ പറയും. ആ നിമിഷങ്ങളിൽ നമ്മളെയും അതിൻ്റെ ഭാഗമാക്കാൻ ലാൽ സാർ എപ്പോഴും ശ്രദ്ധിക്കും. കാരണം ഇത്തരമൊരു സിനിമയ്ക്ക് ആ വൈബ് ആവശ്യമാണെന്നും ആ വൈബ് ക്യാമറയ്ക്ക് പിന്നിലുണ്ടായാൽ മാത്രമേ ക്യാമറയ്ക്ക് മുന്നിലും അത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ആ വൈബ് ലൊക്കേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പോലും അറിയില്ല. മണിക്കുട്ടൻ പറഞ്ഞു. അതാണ് മോഹൻലാൽ എന്ന മഹാനടൻ്റെ മനസ്സ്.